This news is brought to you by സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. കുണ്ടേരി കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപുഴ പഞ്ചായത്തിൽ വിജയിച്ച കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങൾക്ക് സ്വീകരണം നൽകി. സ്വീകരണ യോഗം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ നിയോജക മണ്ഡലം സെക്രട്ടറി P. പ്രദീപ് അധ്യക്ഷത വഹിച്ചു. തങ്കച്ചൻ കാവാലം, M. ബാലകൃഷ്ണൻ, മഹേഷ് കുന്നുമ്മൽ, TP ചന്ദ്രൻ, മനോജ് വടക്കേൽ, ലൈസമ്മ പനക്കൽ, സതീശൻ കാർത്തികപ്പള്ളി, സലീം തേക്കാട്ടിൽ, PP ബാലകൃഷ്ണൻ, P. സുരേന്ദ്രൻ, നിഷ ബാലകൃഷ്ണൻ, പ്രസാദ് ബാലകൃഷ്ണൻ, കുഞ്ഞിക്കണ്ണൻ പോത്തേര, പ്രണവ് കരാള, P. സനോജ്, KD പ്രവീൺ, ലീന വില്യം, പ്രിൻസ് വെള്ളക്കട, മാനുവൽ മാപ്പിളപ്പറമ്പിൽ, അനീഷ് ആന്റണി തുടങ്ങിയവർ പ്രസംഗിച്ചു. റോമി P. ദേവസ്യ പകർത്തിയ ദൃശ്യങ്ങൾ. അത് ആശാവർക്കറായാലും അംഗൻവാടി ടീച്ചറായാലും നിർമ്മാണ തൊഴിലാളികളായാലും ഖാദി തൊഴിലാളികളായാലും അവർക്കൊന്നും 1 രൂപ പോലും ഈ സർക്കാർ വന്നതിന് ശേഷം കൂട്ടിക്കൊടുത്തിട്ടില്ല. അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ക്ഷേമ പെൻഷൻ്റെ അവസ്ഥ എന്താണ്? നിങ്ങളതിനെ പരിശോധിക്കണം. ഇപ്പോൾ ഇലക്ഷൻ വന്നാൽ അതിന് 1 മാസം മുമ്പ് പലിശ കൂട്ടിക്കൊടുക്കാൻ വേണ്ടി എവിടുന്ന്? ഈ ഗവൺമെൻറ് ഖജനാവ് കാലിയാക്കിയിരിക്കുകയാണ്. അനാവശ്യത്തിന് വേണ്ടി നിങ്ങളൊന്ന് ആലോചിക്കണം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും, നവകേരള യാത്ര 10-20 കോടി രൂപ ആണ് അത് ചിലവാക്കിയിരിക്കുന്നത്. ഒരു ബസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പിണറായി വിജയൻ ആയിട്ടുള്ള ബസ്. അതിനകത്ത് എല്ലാ ആധുനിക സൗകര്യങ്ങളും, ലിഫ്റ്റ്, മറ്റ് ബാത്റൂം സൗകര്യങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ടുള്ള ആധുനിക രീതിയിലുള്ള ഒരു ബസ്, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു ബസ് ഇവിടെ ഉണ്ടാക്കിയെടുത്ത്. ആ ബസ് ഐഡിയ ഉള്ളത് അത് പൊളിച്ചു കളഞ്ഞു. എത്ര രൂപ സാധാരണക്കാരൻ? ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട MP രാജ്ഭവൻ ഉണ്ണിത്താൻ ഇത് ഒരു സ്വീകരണ പരിപാടിക്ക് ഇവിടെ കടന്നു വന്നിരുന്നു. അന്നേരം ഈ പ്രദേശത്തെ പ്രതീഷ് ഉൾപ്പെടെയുള്ള, ഈ പ്രദേശത്തെ ഊരുമൂപ്പിന് ഉൾപ്പെടെയുള്ള നമ്മുടെ മുതിർന്ന ആൾക്കാർ ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും അത്യാവശ്യ കാര്യം എന്ന നിലയിൽ ഇവിടുത്തെ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ള ഈ നാട്ടിലെ ജനങ്ങൾ ഐക്യകണ്ഠേന ഒരു നിവേദനം കൊടുത്തു. ഇപ്പോൾ നമുക്കറിയാം, സായം സദ്യ കഴിഞ്ഞു, റോഡിലോട്ട് നോക്കുമ്പോൾ ഊരാക്കൂട്ട് ഇരുട്ട് കടന്നു വരികയാണ്. അപ്പോൾ ഇത്തരൊരു പ്രശ്നത്തിന് പരിഹാരം എന്ന നിലയിൽ ഒരു ഹൈമാസ് ലൈറ്റ് അനുവദിക്കണമെന്ന്. പഞ്ചായത്തിൻ്റെ ഭരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൈകളിലായിരിക്കുന്നു. ആ ഭരണത്തിന് നേതൃത്വം നൽകുന്ന, അതിന് മുന്നോട്ട് നയിക്കുന്ന പ്രിയപ്പെട്ട സാരഥികളെയെല്ലാം കുണ്ടേരി കോളനിയിലെ പ്രിയപ്പെട്ട കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകർ ആദരിക്കുന്നു. ആ ചടങ്ങ് ഇവിടെ വളരെ ഭംഗിയായി ഇവിടെ സംഘടിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കുക, ഇതിൻ്റെ ഭാഗമാകുക എന്നുള്ളത് സത്യത്തിൽ ഏറെ സന്തോഷം പകരുന്ന കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ കാർമേഘങ്ങളൊക്കെ പതിയെ പതിയെ മാറിപ്പോവുകയാണ്. വെളിച്ചത്തിൻ്റെ നേരിയ വെട്ടങ്ങൾ നമ്മുടെ പ്രദേശത്ത് എത്തിയിരിക്കുകയാണ്. നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ ആര് ജയിച്ചാലും ഞങ്ങൾക്ക് നൽകിയ ഈ സ്നേഹത്തിനും അംഗീകാരത്തിനും എൻ്റെ ഈ ഒരു സഹപ്രവർത്തകരുടെയും പേരിൽ ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ്. ഞങ്ങൾക്ക് നൽകിയ ഈ ആദരവ് ജനപ്രതിനിധികളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങളെ കൂടുതൽ ഉത്തരവാദിത്വത്തോടെ മുന്നോട്ട് നയിക്കുന്ന ശക്തിയും ഊർജവുമാണ്. ഞങ്ങളിവിടെ ജയിച്ചു വന്നത് കേവലം അധികാരത്തിലിരിക്കാനല്ല, മറിച്ച് ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനത്തിനും ഈ നാടിൻ്റെ വികസന പ്രവർത്തനത്തിനുമാണെന്നുള്ള ബോധ്യം എപ്പോഴും ഞങ്ങൾക്കുണ്ട്. ഈ അനുമോദനം ഞങ്ങൾക്ക് വ്യക്തിപരമായി കിട്ടുന്ന ഒന്നല്ല. നമ്മൾ ഓരോരുത്തരും ഈ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഒരുമിച്ച് കൈകോർക്കുന്നതിൻ്റെ ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.